കർണാടകയിൽ സ്ഥിരമായി ആന ഇറങ്ങുന്ന വിശാലമായൊരു എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ കാടിനെ കുറിച്ച് പറയാൻ പോവാണ്. കാടിൻ്റെ വന്യതയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവാണ്. പക്ഷെ അതല്ല. ആ എസ്റ്റേറ്റിന് നടുവിൽ വിൻറ്റേജ് കാറുകളുടെ അപൂർവമായ ഒരു ശേഖരം. വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ നിന്ന് കന്നഡ മണ്ണിലേക്ക് കുടിയേറിയ ഒരു മലയാളിയുടെ ജീവിതാഭിലാഷമാണ് ഇത്. അപൂർവമായ ആ വിൻറ്റേജ് കാഴ്ചയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. കർണാടകയിലെ സിദ്ധാപുരയിലേക്കാണ് ആദ്യ യാത്ര. അരുൺ പൂപ്പറമ്പയാണ് നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഊണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പറയുക റിലാക്സേഷൻ്റെ കൂടെ ഈ കർണാടകയിലെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഈ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് നമ്മളൊരു വിൻറ്റേജ് കാലത്തേക്കുള്ള യാത്രയാണ് നടത്തുന്നത്. ആ യാത്രക്കൊടുവിലുള്ള കാഴ്ച എന്താണെന്നുള്ളത് അവിടെ എത്തിയതിനു ശേഷം നമുക്ക് പറയാം. എന്തായാലും യാത്രയിലേക്ക് കടക്കാം. അപ്പം അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കർണാടകയിലെ സിദ്ധാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് സമീപത്തുള്ള അത്തിമംഗലം എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കോഫി പ്ലാന്റേഷൻ നടുവിലൂടെയാണ് ഇങ്ങനെ യാത്ര തുടരുന്നത്. ഇത് കണ്ടാലൊരു കാട് എന്നെല്ലാം തോന്നുമെങ്കിലും ഇതൊരു കാപ്പിത്തോട്ടമാണ്. ഇതിന് നടുവിലാണ് പ്രത്യേകം ഒരു ഷെഡ് ഒരുക്കി ഈ വിൻറ്റേജ് കാറുകളുടെ ഒരു ശേഖരം സൂക്ഷിച്ചിട്ടുള്ളത്. ഇനി 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 1 കിലോമീറ്റർ ആണ്. അപ്പം നമ്മൾ അതിനടുത്ത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് വിൻറ്റേജ് കാറുകളുടെ ഒരു മായാ ലോകത്ത് തന്നെയാണ്. അതായത് 1927 മുതലുള്ള 60-ലധികം കാറുകൾ ഈ ശേഖരത്തിലുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വ്യക്തി ശേഖരിച്ച കാറുകളാണ്. കണ്ണൂർ കുടിക്കുമുട്ട സ്വദേശിയായിട്ടുള്ള അഹമ്മദ് കുട്ടി ഹാജി വർഷങ്ങളെടുത്ത് ശേഖരിച്ച കാറുകളാണ് ഇവിടെ ഇപ്പോൾ ഈ തരത്തിൽ ഒരു പ്രത്യേക ഷെഡ് ഒരുക്കി ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിൻറ്റേജ് കാർ ശേഖരത്തിൻ്റെ ഉടമസ്ഥൻ 5 വർഷം മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ മകൻ അഷറഫിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നോക്കി നടത്തുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ള മേമുട്ടിക്കാണ്. ഇതൊക്കെ എത്ര വർഷമായി ഇവിടെ? ഈ 5 കൊല്ലം. ഏറ്റവും പഴയ കാർ എത്ര? 27 കാറുണ്ട്. 1927 കാർ. എത്ര? 10-60 വണ്ടി 60 വണ്ടി. ഇതെല്ലാം റണ്ണിങ് കണ്ടീഷനാണോ? എല്ലാം 1-2 വണ്ടി 2 കിലോ, ബാക്കിയെല്ലാം 2 മാസം കൊണ്ട് സ്റ്റാർട്ടാക്കി വെക്കും. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ദൂരെ നിന്നൊക്കെ ഒരു 10-80 ആൾ 60 ആളെല്ലാം ഡെയിലി വരും. എന്തുകൊണ്ടാണ് ഈ അമ്മദിക്ക ഇങ്ങനെ? ഒരു പഴയ വണ്ടി അങ്ങനെ ഇൻട്രസ്റ്റാണ്. പഴയത് എന്ത് വണ്ടി കിട്ടിയാലും അവർ എടുത്തു. അങ്ങനെ പഴയത് കിട്ടിയ എടുത്തോണ്ട് അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റ് ആയി അങ്ങനെ മേടിച്ചിട്ട് അമേരിക്ക, പോണ്ടിച്ചേരി അങ്ങനെ. ജീവിതത്തിലെ 40 വർഷം അഹമ്മദ് കുട്ടി ഹാജി മാറ്റിവെച്ചത് തൻ്റെ അടങ്ങാത്ത ഹരത്തിനു വേണ്ടിയാണ്. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് വിൻറ്റേജ് കാറുകൾ ശേഖരിക്കുക മാത്രമല്ല, കൊതി തീരും വരെ അതോടിച്ചു നടന്നു.
പുള്ളിക്ക് ഇതൊരു ഹരമായിരുന്നു. ഇതിലെ പല കാറുകളും പുള്ളി ഇവിടെ ഓടിച്ച് നടക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി എന്താ പറയുക, പുള്ളിയുടെ ഒരു ജീവനാടി പോലെ ഈ കാറുകളെ ശേഖരിക്കലും ഇങ്ങനെ ആളുകൾക്ക് ഇത് പ്രദർശിപ്പിക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് വർഷം അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച ഒരു മനുഷ്യനാണ്. വൻ തുക ഓഫർ ചെയ്ത് ഈ കാറുകൾ വാങ്ങുന്നതിന് വേണ്ടി സിനിമാ രംഗത്ത് പോലും ആളുകൾ എത്തിയിരുന്നു എന്നതാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇത് തങ്ങളുടെ പിതാവിൻ്റെ ജീവിതമാണ്, അത് വിൽപ്പനയ്ക്ക് വെക്കാനില്ല എന്നതാണ് മക്കൾ അവർക്ക് നൽകിയ മറുപടി. എന്തായാലും ഇത് അത്ഭുതപ്പെടുത്തുന്ന സുന്ദരമായൊരു കാഴ്ചയാണ്. ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഹോബിയാണ് അല്ലേ, പലർക്കും പല രീതിയിലുള്ള ഹോബികളുണ്ട്. അപ്പോൾ വിൻറ്റേജ് കാറുകളുടെ ശേഖരം അതാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ച അനുഭവം സമ്മാനിച്ചത്. എന്തായാലും ഇനിയും ഒരുപാട് കാറുകൾ ശേഖരിക്കാനുള്ള തത്രപ്പാടിലാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യഗ്രതയിലാണ് അവരെന്നും കൂടി അറിയുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ കാണിച്ചെന്ന റിപ്പോർട്ടിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്.